ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Evaluate zero to pi x sin x 1 plus cos square x dx. ഓക്കെ, ഇതിന് നമ്മൾ I എന്നെടുത്തു. 0 to pi x sin x 1 plus cos square x dxന് I എന്നെടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ a to b f of x dxന് a to b ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് ഡി എക്സ് നേടും. അപ്പോൾ ഇത് ഫസ്റ്റ് ഐ ഇതാണ്. അടുത്തായി 0 to pi എക്സിനൊക്കെ 0 plus pi minus x sin pi minus x whole square dx. I equal to 0 to pi minus x into sin pi minus x sin x cos pi minus x minus cos x sin x 1 plus minus cos x the whole square dx. I equal to 0 to pi ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് ബൈ 1 പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇത് രണ്ടാമത്തെ ഐ. ഇനി രണ്ട് ഐയും തമ്മിൽ അങ്ങ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 2i. രണ്ടിൻ്റെ ലിമിറ്റ് സെയിം ആണ്, ബേസും സെയിം ആണ്. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. എക്സ് സൈൻ എക്സ് പ്ലസ് പൈ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് ഡി എക്സ്. എക്സ് സൈൻ എക്സ് ക്യാൻസലാക്കി. 2i 0 to pi പുറത്തെടുത്ത് sin x by 1 plus cos square x dx. ഇത്രയും റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നേരത്തൊക്കെ ഇതിങ്ങനെ രണ്ടായി ആഡ് ചെയ്യുമ്പോൾ നേരെ 1 എന്ന് കിട്ടി ഇൻ്റഗ്രൽ കാണാൻ സുഖമാണ്. ഇവിടെ ഇൻ്റഗ്രൽ കാണാൻ വീണ്ടും പ്രയാസമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രൽ കാണണം. കോസ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സിന് ഡി ടി എന്ന് കൊടുക്കാം.
അപ്പോൾ സൈൻ എക്സ് ഡി എക്സിന് മൈനസ് ഡി ടി. അപ്പോൾ 2i മൈനസ് പൈ ഡി ടി, സൈൻ എക്സിന് മൈനസ് ഡി ടി, മൈനസ് പുറത്ത് വെച്ചു, 1 പ്ലസ് ടി സ്ക്വയർ. ഇനി ലിമിറ്റ് ചേഞ്ച് ചെയ്യാം. എക്സിന് 0 ആകുമ്പോൾ ടി, കോ 0 1. എക്സിന് പൈ ആകുമ്പോൾ ടി, കോസ് പൈ മൈനസ് 1, 1 to minus 1, 2i minus pi, 1 by 1 plus t square, tan inverse t. Sorry, 1 to minus 1, 2i tan inverse minus 1 minus tan inverse 1 minus pi by 4. ഇത്രയും ഓക്കെ. 2i pi into minus pi by 2 minus pi square by 2 minus pi square by 4. അപ്പോൾ സോറി, പുറമെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ മൈനസ് പൈ ഇൻറ്റു മൈനസ് പൈ ബൈ 2. അപ്പം എന്താ വരിക? പൈ സ്ക്വയർ ബൈ 2 പൈ സ്ക്വയർ ബൈ 4. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ therefore 0 to pi വൺ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സിനെ നമുക്ക് പൈ സ്ക്വയർ ബൈ 4 എന്ന് ആൻസർ ചെയ്തു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അത് ചെയ്യാം. 0 to pi by 2 log sin x dx. ഇവാലുവേറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. 0 to pi by 2 log sin x dx. Okay. Let I equal to equation 1. അടുത്ത I 0 to pi by 2 log sin pi by 2 minus x. Sin pi by 2 minus x cos x. ഇതിന് ഇക്വേഷൻ 2 നടക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യും. അപ്പോൾ 2i 0 to pi by 2 log sin x log cos x dx എന്ന് പറയും.
ലോഗ് എ പ്ലസ് ബി, ലോഗ് എ ഇൻറ്റു ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി എന്നായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഇതേപോലെ തന്നെയാണ് കിട്ടുക. എന്നാൽ പിന്നെ ഇതിനങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇതിനായിട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പം ലോഗ് 2 സൈൻ എക്സ് കോസ് എക്സ് പറഞ്ഞാൽ സൈൻ 2x ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സംഭവം ലഭിക്കാനും വേണ്ടി ലോഗ് 2 കൊണ്ട് ഞാൻ ആഡ് ചെയ്തും ചെയ്തു. അതേപോലെ ഒരു ലോഗ് 2 മൈനസ് ചെയ്തും ചെയ്തു. ലോഗ് സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് ഇത് രണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് തന്നെ വരും, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതെന്താ കൺസെപ്റ്റ്? ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലെങ്തി സംഭവമാണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കി എടുക്കണ്ട്. 0 to π/2 ലോഗ് 2 പ്ലസ് ലോഗ് ഇത് ലോഗ് 2 സൈൻ എക്സ് കോസ് എക്സ് മൈനസ് ലോഗ് 2 ഡി എക്സ്. ഓക്കെ, ഇനി 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണ്. അപ്പം 2i 0 to π/2 ലോഗ് സൈൻ 2x മൈനസ് ലോഗ് 2 ഡി എക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ പ്രയാസമില്ല. ഇപ്പോൾ 2i 0 to π/2 ലോഗ് സൈൻ 2x dx മൈനസ് 0 to π/2 ലോഗ് 2 dx. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാം. ഈ കോൺസ്റ്റൻ്റ് പുറത്തെടുത്ത് നേരച്ച്. പക്ഷെ ഇതിന് കാണാൻ കഴിയുന്നില്ല. ഇതേ മോഡലാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഐ തന്നെ വരുന്നുണ്ടോ നോക്കുക. 0 to π/2 കറക്റ്റാണ്. അങ്ങനെയാണ് ഇതിന് ഐ എന്ന് കൊടുക്കായിരുന്നു. പക്ഷെ ലോഗ് സൈൻ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ സൈൻ 2x dx ആണ് ഇവിടെ ഉള്ളത്. ഇതൊരു പ്രയാസമാണ്. അപ്പോൾ ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരികയാണെങ്കിൽ വേരിയബിൾ ചേഞ്ച് ചെയ്താൽ ഇൻ്റഗ്രലിൻ്റെ ആൻസർ മാറൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2xന് ടി എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2xന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈൻ ടി. ഓക്കെ, ലോഗ് സൈൻ ടി ഡി ടി ലോഗ് സൈൻ എക്സ് ഡി എക്സും സെയിം ലിമിറ്റ് ആണെങ്കിൽ ആൻസർ സെയിം ആണ്. ഒരു ഐഡിയ. അപ്പോൾ 2xന് ടി എന്ന് കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു ഡി എക്സിന് ഡി ടി എന്നായി. അപ്പോൾ ഡി എക്സിന് ഡി ടി ബൈ 2 എന്നായി. ഇതിന് മാത്രം കേട്ടോ. ഇത് അതേപോലെ അവിടെ ഇൻ്റഗ്രൽ കാണാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ ലിമിറ്റ് മാറ്റണം. എക്സിന് 0 ആകുമ്പോൾ ടി എന്താ 0. എക്സിന് π/2 ആകുമ്പോൾ ടി പൈ. അപ്പോൾ അത് ഓക്കെ. ബാക്കിയുള്ള ചെയ്യാം. 2i ഇൻ്റഗ്രൽ ലോഗ് സൈൻ ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡി ടി ബൈ 2 ഡി ടി ബൈ 1/2 ലിമിറ്റോ 0 to π മൈനസ് കോൺസ്റ്റൻ്റ് പുറത്തെടുത്താൽ ലോഗ് 2 0 to π/2 ഡി എക്സ്. ഓക്കെ, ഇത്രയും കിട്ടി.
ഇനി ഇൻ്റഗ്രൽ നോക്കാം. 0 to സാറ് പറഞ്ഞു എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും എക്സിൻ്റെ ടേമും ഡി എക്സും ഈ എക്സും ഡി എക്സും അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വേറെ വേരിയബിളിലേക്ക് മാറ്റി എഫ് ഓഫ് ടി ഡി ടി ആൻസർ സെയിം ആയിരിക്കും. ലോഗ് സൈൻ എക്സ് ഡി എക്സ് ലോഗ് സൈൻ ടി ഡി ടി കറക്റ്റായി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ലിമിറ്റ് സെയിം ആവണം. ഇത് 0 to π/2 ഇത് 0 to π ആണ്. ഓക്കെ, അപ്പോൾ 0 to πനെ 0 to π/2 ആക്കണം. അത് നമുക്ക് നോക്കാം. 5th പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് 2 into 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എപ്പോ? if എപ്പോ എഴുതി നോക്കണം ആ പ്രോപ്പർട്ടി. എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് 2 into 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. നമുക്കതെടുക്കാം. 0 to π ലോഗ് സൈൻ ടി ഡി ടി ഇതാണ്. ഇത് നമുക്ക് 2 into ഇത് എഴുതണം. ഓക്കെ, അത് എഴുതണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ എഫ് ഓഫ് 2a മൈനസ് എക്സ്, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് സൈൻ ടി ആണ്. അപ്പോൾ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് മോഡൽ എടുക്കുക. ഇവിടെ എഫ് ഓഫ് ടി ആണ് കേട്ടോ, എക്സിന് പകരം എഫ് ടി ആണ്. എഫ് ഓഫ് ടി ഒരു വ്യത്യാസമുണ്ട്, വേരിയബിൾ മാറ്റണം. എഫ് ഓഫ് ടി ലോഗ് സൈൻ ടി ആണ്. ഓക്കെ, മനസ്സിലായത്? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ആദ്യം തന്നെ വേരിയബിൾ അങ്ങ് ചേഞ്ച് ചെയ്ത് മാറ്റാം, ഇങ്ങോട്ട് ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ ഒരു ഐഡിയയിൽ കൊണ്ടുവരാം. കൺഫ്യൂഷൻ 2i 1/2 എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും എ ടു ബി എഫ് ഓഫ് ടി ഡി ടിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ ടീനെ ഫുള്ളും എക്സിൻ്റെ ടേമിലേക്ക് മാറ്റാണ്. ഇപ്പോൾ 0 to π ലോഗ് സൈൻ എക്സ് ഡി എക്സ് ലോഗ് 2 0 to π/2 ഡി എക്സ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണട്ടോ, വളരെ ഈസി ആയിട്ട് വേഗം അടുത്ത സ്റ്റെപ്പ് കാണും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും എ ടു ബി എഫ് ഓഫ് ടി ഡി ടിയും സെയിം ആണ്. 0 to π ലോഗ് സൈൻ ടി ഡി ടിയും 0 to π ലോഗ് സൈൻ എക്സ് ഡി എക്സും സെയിം ആണ്. പിന്നെ എക്സിൻ്റെ ടൈം തന്നെ ആയി. അപ്പോൾ 0 to π ലോഗ് സൈൻ എക്സ്, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് സൈൻ എക്സ് ആണ്. ഇത് നമ്മൾ 0, ഇത് നമ്മൾ 2a ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് 2a ആയിട്ട് എടുക്കാം. ഇത് എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഗ് സൈൻ എക്സ് ആണ്. ഇനി എഫ് ഓഫ് 2a മൈനസ് എക്സ്, 2a എന്ന് പറഞ്ഞാൽ പൈ ആണ്, മൈനസ് എക്സ്. അപ്പം എന്താ വരിക? ലോഗ് സൈൻ പൈ മൈനസ് എക്സ്. എന്താ സൈൻ പൈ മൈനസ് എക്സ്? സൈൻ എക്സ് ആണ്. ഇപ്പം ലോഗ് സൈൻ എക്സ്, അതായത് എന്താണ്? എഫ് ഓഫ് എക്സ്. ഇപ്പം എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് 0 to π ലോഗ് സൈൻ എക്സിന് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ 2 into 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതിന് 2 into 0 to 2a എന്നുള്ളത് എ ആവും. അപ്പോൾ 2a ഇവിടെ പൈ ആണ്, അപ്പോൾ അതിൻ്റെ പകുതി ആവും. ക്ലിയർ അല്ലേ? π/2 എന്നാവും. എഫ് ഓഫ് എക്സിന് എഴുതാം ലോഗ് സൈൻ എക്സ് ഡി എക്സ് എഴുതാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ എഫ് ഓഫ് 2a മൈനസ് എക്സ്
എഫ് ഓഫ് എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ക്ലിയർ അല്ലേ? 2 ഇൻറ്റു 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന മോഡൽ എഴുതിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ 2i 1/2 0 to pi log sin x dx. അപ്പോൾ 0 to pi log sin x dxന് പകരം 0 to pi log sin x dxന് പകരം നമുക്ക് എന്ത് ചെയ്താം? 2 ഇൻറ്റു 0 to pi/2 log sin x dx എഴുതാം. മൈനസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലോഗ് 2 ഇൻറ്റു 0 to pi/2 dx. dx ഉണ്ടെങ്കിൽ എക്സ് 0 to pi/2. ഓക്കെ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2i 0 to pi/2 log sin x dx minus log 2 into 0 എക്സിന് pi/2 കൊടുത്ത് pi/2 മൈനസ് 0. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 0 to pi/2 log sin x dx അതാണ് നമ്മൾ നേരത്തെ എടുത്ത i. 0 to pi/2 log sin x dx ആ iയിലേക്ക് എത്തിച്ചതാണ് ഇപ്പം ഞാൻ ചെയ്തത്. i മൈനസ് log 2 ഇൻറ്റു pi/2. ഈ i ഇങ്ങോട്ട് വരുമ്പോൾ 2i മൈനസ് i മൈനസ് pi/2 log 2. അപ്പോൾ i ആണ് നമ്മൾ കാണേണ്ടത്. അത് മൈനസ് pi/2 log 2 എന്ന് കിട്ടി. i എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0 to pi/2 log sin x dxന് മൈനസ് pi/2 log 2 എന്ന ആൻസർ എഴുതാം. ഈ i തന്നെയായിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ മൈനസ് pi/2 log 2 ആണ്. ഇത് തന്നെയാണ് ഏത് ക്വസ്റ്റ്യനും. 0 to pi/2 log cos x dx. ഇത് i ആണ്. അടുത്ത i ഇതാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മൈനസ് pi/2 log 2 ആണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ അടുത്ത i ഇത് കിട്ടും. അതേപോലെ ബാക്കിയൊക്കെ സ്റ്റെപ്പ് സെയിം ആണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ അടുത്ത i ഇത് കിട്ടും. അതേപോലെ ചെയ്ത് ബാക്കിയൊക്കെ സ്റ്റെപ്പ് സെയിം ആണ്. ഇത് ഞാൻ ഇതിന് പറഞ്ഞെന്നുള്ളൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ മൈനസ് pi/2 log 2 എന്നാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. 8 mod x minus 5 dx. 2 to 8 mod x minus 5 dx. അപ്പോൾ നമുക്ക് നേരത്തെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആയി. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. 2 to 8 mod x minus 5 dx. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ -5 to 5. ഇപ്പോൾ ഏകദേശം ഈ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആയി. എല്ലാ ടൈപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. ഇനി ഇതിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തൊന്ന് തറവാം. അപ്പോൾ -5 to 5 mod x plus 2 dx. അടുത്തത് 0 to 1 x into 1 minus x all raised to n dx. അപ്പോൾ കുറച്ച് അങ്ങനെ ചെയ്ത് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 0 to pi/4 log 1 plus tan x dx. ഓക്കെ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇത്രയും ക്വസ്റ്റ്യൻ തറവാക്കിയതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ കൂടി ഫിഫ്ത്ത് ഈ ഒരു സ്റ്റെപ്പിലൂടെ ആയിട്ട് തീർക്കാൻ പറ്റുന്നത് 0 to 2 x into √2 minus x dx. 0 to 2 x into √2 minus x dx. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ ചെയ്യാം. അടുത്ത ഫസ്റ്റ് സെറ്റ്, പിന്നെ അതിനുള്ള സ്ഥലം ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വായിച്ചിട്ട് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ ഏകദേശം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടൊന്ന് തറവാവാം. ഓക്കെ അല്ലേ? ഓക്കെ,
First question. Two to 8 mod x minus 5 dx. 2 to 8 mod x minus 5 dx. ഓക്കെ, ആൻസർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ മോഡിനെ നമുക്ക് മുറിക്കണം. അപ്പോൾ 2 to 8 mod x minus 5 dxന് 5ൽ മുറിക്കണം. 2 to 5 വരെ ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് എക്സ് മൈനസ് 5 ഡി എക്സ്. 5 മുതൽ 8 വരെ എക്സ് മൈനസ് 5 ഡി എക്സ് മൈനസ് എ സ്ക്വയർ ബൈ 2 മൈനസ് 5x. 2 to 5. A square by 2 minus 5x. 5 to 8. Minus 25 by 2. 25. Minus of 2 minus 10. 64 by 2. 32 minus 40 minus of 25 by 2 minus 25 minus 25 by 2 25 minus 8 minus plus 8 plus 32 minus 40 minus 8 minus 25 by 2 plus 25. Okay. Minus 25 by 2 minus 17 plus 17 minus 25 by 2. Minus 1 multiply 17 minus 25 by 2. 34 minus 25. 9 is the answer. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആൻസർ 9 എന്ന് കിട്ടി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, minus 5 to 5 mod x plus 2 dx. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. -2 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇത് 0 ആയി മാറും. പിന്നെ നെഗറ്റീവും പോസിറ്റീവും. -2നേക്കാൾ കുറവാകുമ്പോൾ നെഗറ്റീവ്. -x plus 2. പിന്നെ -2 to 5. -2നേക്കാൾ കൂടുതലാകുമ്പോൾ പോസിറ്റീവ്. x plus 2 dx. Minus x square by 2 plus 2x. Minus 5 to minus 2. Plus x square by 2 plus 2x. Minus 2 to 5. Minus -2 square 4 by 2 2 minus 4 minus 5 to minus 2. 5 square 25 by 2 plus 10 minus of
4 by 2, 2 minus 4. ഓ സോറി കേട്ടോ, ഇവിടെ കൊടുത്തത് റെഡി ആയില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മൈനസ് ഓഫ്, ഞാൻ എഴുതിയ മാറിപ്പോയ, -2 കൊടുത്ത് 2 square 4 by 2 2 മൈനസ് ഓഫ്, ഇതാണ് കൊടുക്കുന്നത്. ഞാൻ പിന്നെ ഇത് ക്രോസ് ചെയ്ത് ഇട്ടുപോയി. 25 by 2 minus 10. ഇങ്ങനെയാണ് കേട്ടോ എഴുതണ്ട്. ഞാൻ മാറിപ്പോയതാണ്, ഞാൻ മാറ്റുന്നില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 minus 4 -2 minus 25 by 2 plus 10. 25 by 2 plus 10 minus -2 plus 2 minus of 8 minus 25 by 2 plus 25 by 2 plus 10 plus 12. Okay. അപ്പോൾ -1 മൾട്ടിപ്ലൈ ചെയ്താൽ 25 by 2 minus 8 plus 25 by 2 plus 12. 25 plus 4 29. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ -5 to 5 mod x plus 2 dxൻ്റെ ആൻസർ 29 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Zero to 1 x into 1 minus x all raised to n dx. ഇത് ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഈ ക്വസ്റ്റ്യന് ഞാൻ ഐ എന്നെടുക്കുന്നു. 0 to 1 ഓക്കെ, ഇതിന് ഞാൻ ഐ എന്നെടുത്തു. അടുത്ത ഐ എന്തായിരിക്കും? എക്സിനൊക്കെ ഇത് പ്ലസ് ഇത് 1 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ഓഫ് 1 മൈനസ് എക്സ് ഓൾ റൈസ് ടു എൻ ഡി എക്സ്. 0 to 1 1 മൈനസ് എക്സ്, 1 മൈനസ് 1 ക്യാൻസൽ ആയി, മൈനസ് മൈനസ് പ്ലസ് എക്സ് ഓൾ റൈസ് ടു എൻ ഡി എക്സ്. അതായത് അടുത്ത ഐ 0 to 1 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഡി എക്സ്. ഈ എക്സ് റൈസ് ടു എന്നിനെ മുകളിലോട്ട് എക്സ് റൈസ് ടു എൻ മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡി എക്സ് എന്ന് വരും. ഇതാണ് അടുത്ത ഐ കിട്ടുക. ഫസ്റ്റ് ഐ ഇതാണ്. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഐ ആണ് ഇത്. ഇത് സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത്, നേരത്തേലൊക്കെ 2 ആഡ് ചെയ്തായിരുന്നു, ഇവിടെ 2 ആഡ് ചെയ്യേണ്ട. ഇതിൻ്റെ ആൻസർ സെയിം ആയിരിക്കും. ഇതിന് ഇൻ്റഗ്രൽ കാണാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതിനങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് കിട്ടുന്ന ആൻസറും സെയിം അല്ലേ? അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും ഇതിൻ്റെത്. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1 റൈസ് ടു സംതിങ് 1 ബൈ എൻ പ്ലസ് 2. ലോവർ ലിമിറ്റ് കൊടുത്താൽ 0. ക്രോസ് ചെയ്യും.
I equal to ക്യാൻസൽ ചെയ്യുക, എന്നും മൈനസ് എന്നും ക്യാൻസൽ ആവും, പിന്നെ 2 - 1 1. ഈ ഐ ചെയ്തപ്പം കിട്ടിയതാണ് ഇത്. ഈ ഐയും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. therefore 0 to അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ ജസ്റ്റ് അടുത്ത ഐ എഴുതിയിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ്. ചില ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും 1/n + 1 × n + 2. അപ്പോൾ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് ഇതേ ഒരു ഐഡിയ ആണ് 4th ക്വസ്റ്റ്യൻ അല്ല 5th ക്വസ്റ്റ്യൻ. അപ്പോൾ 5th ക്വസ്റ്റ്യൻ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം 5th ക്വസ്റ്റ്യൻ. എന്നിട്ട് 4th ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇത് ഐഡിയ വെച്ചിട്ട് 5th ക്വസ്റ്റ്യൻ ചെയ്യാം. 0 to 2 x × √2 - x dx. ഇതിന് ഐ എന്ന് കൊടുക്കാം. അടുത്ത ഐ നമ്മൾ 5th ചെയ്തിട്ട് 4th ചെയ്യട്ടോ. ഫസ്റ്റ് ഇത് ഐ ആണ്. അടുത്ത ഐ ഇത് ലോവർ പ്ലസ് അപ്പർ -x. എക്സിനൊക്കെ ഇത് പ്ലസ് ഇത് -x എന്ന് കൊടുക്കും. അപ്പോൾ 2 - x √2 - എക്സിന് 2 - x dx. 0 to 2 2 - x into √2 ും 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ -+ x √x dx. ഓക്കെ, നമുക്ക് ഈ √x ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 to 2 2 √x x into √x. √x എന്ന് പറഞ്ഞാൽ x⁻² എന്നാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഐ ആണ്. ഫസ്റ്റത്തെ ഐൻ്റെ ഇൻ്റഗ്രലും സെക്കൻഡത്തെ ഐൻ്റെ ഇൻ്റഗ്രലും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ. അത് ഇൻ്റഗ്രൽ ചെയ്താൽ നോക്കാം. 2 into x⁻³ / 3/2 0 to 2 x⁵² / 5/2. ആ വേരിയബിളിന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി, കോയിഫിഷ്യൻ്റ് ഒക്കെ പുറത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഇവിടെ എഴുതാം. I equal to റെസിപ്രോക്കൽ എടുത്താൽ 4/3 into x⁻³ 0 to 2 minus 2/5 x⁵² 0 to 2 4/3 upper limit 2⁻³ minus 0 minus lower limit 0 എടുക്കുമ്പോൾ 0 minus 2/5
0. 4 by 3 into 2 raised to 3 by 2. 2 by 5 into 2 raised to 5 by 2. 2ൻ്റെ ക്യൂബ് 8. 8ൻ്റെ റൂട്ട് 2 റൂട്ട് 2. 2ൻ്റെ റൈസ് ടു 5 32. അതിൻ്റെ റൂട്ട് 4 റൂട്ട് 2. അപ്പോൾ I equal to 4 into 8 root 2 by 3, 8 root 2 by 5. Cross ചെയ്താൽ 40 root 2, 24 root 2 by 15. 16 root 2 by 15 എന്ന ആൻസർ കിട്ടും. I ആണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഐൻ്റെ ആൻസർ 16 റൂട്ട് 2 ബൈ 5 എന്ന് കിട്ടും. 16 റൂട്ട് 2 ബൈ 15 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 16 റൂട്ട് 2 ബൈ 15 എന്നാണ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 16 റൂട്ട് 2 ബൈ 15 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ 0 to pi by 4 log 1 plus tan x dx. ഇതാണ് ക്വസ്റ്റ്യൻ. log 1 plus tan x dx. നമുക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതിന് ഐ എന്നെടുക്കാം. Zero to pi by 4 log 1 plus tan x dx. ഫസ്റ്റ് അടുത്ത ഐ 0 to pi by 4 log 1 plus tan. എക്സിന് പകരം ഇത് പ്ലസ് ഇത് പൈ ബൈ 4 മൈനസ് എക്സ് എന്നാവും. അത് ഏതാണ് ആ കൺസെപ്റ്റ്? അത് നമ്മൾ എപ്പോഴും പറയുന്ന കൺസെപ്റ്റ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എന്നത് ആ ഒരു ഐഡിയ. അപ്പോൾ ഐ ഈക്വൽ ടു 0 to pi by 4 log 1 plus എന്താണ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്? ടാൻ പൈ ബൈ 4 മൈനസ് എക്സിൻ്റെ ഇക്വേഷൻ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്നാണ്. അത് അറിയില്ലെങ്കിൽ ടാൻ ഓഫ് എ മൈനസ് ബിൻ്റെ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 plus tan x dx. ഇതങ്ങ് ക്രോസ് ചെയ്താൽ 0 to pi by 4 log ഇതങ്ങ് ക്രോസ് ചെയ്താൽ 1 plus tan x plus 1 minus tan x 2 by 1 plus tan x dx. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനൊന്ന് ഇക്വേഷൻ 1 എന്ന് പിന്നെ അടുത്ത ഐ ഉണ്ടാക്കി. അപ്പോൾ അതിനെ അറേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ രൂപത്തിൽ അത് അടുത്ത ഐ അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ഈ രണ്ട് ഐയും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 2i 0 to pi by 4 log 1 plus tan x plus log 2 by 1 plus tan x.
നമുക്കറിയാം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി എന്നാണ്. അപ്പൊ 2i എന്ന് പറയുന്നത് 0 to π/4. ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു 2/1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. 1 പ്ലസ് ടാൻ എക്സും 1 പ്ലസ് ടാൻ എക്സും കട്ട് ചെയ്തു. 0 to π/4 ലോഗ് 2 ഡി എക്സ്. ഓക്കെ, ഇത്രയും കിട്ടും. ഇനി ടു ഐ ലോഗ് 2 പുറത്തെടുത്തു. 0 to π/4 ഡി എക്സ്. ലോഗ് 2 ഇൻറ്റു ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് 0 to π/4. ലോഗ് 2 ഇൻറ്റു π/4 മൈനസ് 0. π/4 ലോഗ് 2. ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ 0 to π/4 ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ് π/8 ലോഗ് 2. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 0 to π/4 ലോഗ് 1 പ്ലസ് ടാൻ എക്സിൻ്റെ π/8 ലോഗ് 2. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒരുമിച്ച് ചെയ്യാം. അത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0 to π/2 2 log sin x minus log sin 2x dx. Second question. Minus π/2 to π/2 sin square x dx. അടുത്ത ക്വസ്റ്റ്യൻ 0 to π x/1 plus sin x dx. Fourth, minus π/2 to π/2 sin raised to 7x dx. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 0 to π/2 sin x minus cos x by 1 plus sin x into cos x dx. 1 plus sin x into cos x dx. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം ഇത്രയും ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പ്ലേസ് ഉണ്ടാവില്ല ചെയ്യാനുള്ള.
സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 0 to pi by 2. 2 log sin x minus log sin 2x dx. ഇതിന് നമുക്ക് I എന്നെടുക്കാം. 0 to pi by 2. 2 log sin x log sin 2x dx. ഇതിനെ നമുക്ക് 0 to pi by 2. 0 to pi by 2. 2 log sin x. Sin 2x-നെ 2 sin x into cos x dx എഴുതാം. I equal to 0 to pi by 2. നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ ആദ്യം, എന്നിട്ട് വേണമെങ്കിൽ അടുത്ത ഐ ഒക്കെ കാണാം. ലോഗ് സൈൻ എക്സ് മൈനസ് ലോഗ് എ ബിയെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അപ്പം ലോഗ് എ ബി സി എ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് ലോഗ് 2 പ്ലസ് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, I 0 to pi by 2. 2 log sin x minus log 2 minus log sin x minus log cos x dx. ഇത്രയും കിട്ടി. ഇത് 2 log sin x നിന്ന് log sin x കുറച്ചാൽ log sin x എന്ന് കിട്ടും. രണ്ടെണ്ണത്തിൽ ഒന്ന് പോയാൽ ഒരു log sin x. ഓക്കെ, ഐ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലമില്ലാത്തതുകൊണ്ട് അതൊന്ന് മായ്ക്കുന്നു. ഇനി I 0 to pi by 2. 2 log sin x minus log sin x. Log sin x. 0 to pi by 2. അടുത്ത I എന്ന് പറയുന്നത് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ്. ലോഗ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ലോഗ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് ലോഗ് 2 ഡി എക്സ്. അപ്പോൾ അവിടെ യൂസ് ചെയ്ത ഐഡിയ എന്താണ്? എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് എന്തെന്ന് എഴുതി? എ ടു ബി ഡി എക്സ്. അപ്പോൾ ഐ ഈക്വൽ ടു 0 to pi by 2 ലോഗ് കോസ് എക്സ് മൈനസ് ലോഗ് സൈൻ എക്സ് മൈനസ് ലോഗ് 2 ഡി എക്സ്. ഇത് അടുത്ത ഐ എന്ന് എഴുതി. സെക്കൻഡ് ഐ. ഇനി രണ്ട് ഐയും തമ്മിൽ ആഡ് ചെയ്യാം. 2i 0 to pi by 2. രണ്ടും ആഡ് ചെയ്താൽ ലോഗ് സൈൻ എക്സ് മൈനസ് ലോഗ് കോസ് എക്സ്
രണ്ടും ആഡ് ചെയ്താൽ ഇങ്ങനെ വരും. രണ്ട് ഈ ഐയും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 0 to π/2 ഇത് പ്ലസ് ഇത് എന്ന് കിട്ടും. അപ്പോൾ ലോഗ് സൈൻ എക്സും ക്യാൻസൽ, കോസ് എക്സും ക്യാൻസൽ. ഓക്കെ, ബാക്കി 2i ഈക്വൽ ടു 0 to π/2 മൈനസ് ലോഗ് 2 മൈനസ് 2 log 2 എന്ന് വരും. മൈനസ് 2 log 2 dx. ഇപ്പോൾ 2i ഈക്വൽ ടു മൈനസ് 2 log 2 കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ, രണ്ടും കൂടി പുറത്തെടുക്കാം. ഓക്കെ, ബാക്കി 0 to π/2 dx വരും. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്താൽ i മൈനസ് log 2 ഇതിൻ്റെ ഇൻ്റഗ്രൽ x 0 to π/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ എഴുതാം. അപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഐ ആണ് നമുക്ക് കാണേണ്ടത്. ഐ മൈനസ് ലോഗ് 2 π/2 മൈനസ് 0 മൈനസ് π/2 log 2. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 0 to π/2 2 log sin x log sin 2x dx എന്ന് പറഞ്ഞാൽ മൈനസ് π/2 log 2 എന്നാകുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൈനസ് π/2 log 2. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ റെഡിയായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൈനസ് π/2 to π/2 sin square x dx. മൈനസ് π/2 to π/2 sin square x dx. അപ്പോൾ മൈനസ് a to a f of x dx ആണെങ്കിൽ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് കാണണം. അത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഈവൺ ആണ്, മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഓഡ് ആണ്. അപ്പോൾ രണ്ടിനും ഓരോരോ ആൻസർ ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് സൈൻ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആണ്. അത് എഫ് ഓഫ് എക്സ് തന്നെയാണ്. ദെർഫോർ എഫ് ഓഫ് മൈനസ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഈവൺ ഫങ്ഷൻ. എഫ് ഓഫ് എക്സ് ഈവൺ ഫങ്ഷൻ ആണ്. അപ്പോൾ ഈവൺ ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് നേരെ 2 into 0 to a f of x dx എന്ന് ചെയ്യാം. മൈനസ് a to a f of x dx എപ്പോഴാണ്? if f of minus x is equal to f of x ആണെങ്കിൽ. അപ്പോൾ ഇത് ചെയ്യണം. ഇതിൽ എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിലോ ഡയറക്റ്റ് ആൻസർ 0 എന്ന് എഴുതാം. റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഈവൺ ഫങ്ഷനാണ്. അപ്പോൾ മൈനസ് π/2 to π/2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സിനെ 2 into 0 to π/2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇപ്പോൾ 2 into 0 to π/2 സൈൻ സ്ക്വയർ എക്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്? 1 മൈനസ് കോസ് 2x/2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 0 to π/2 1 മൈനസ് കോസ് 2x dx. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്, കോസ് 2xൻ്റെത് സൈൻ 2x/2 0 to π/2. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. π/2 മൈനസ്
സൈൻ പൈ ബൈ ടു ഇൻറ്റു പൈ ബൈ ടു പൈ ബൈ ടു മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 സൈൻ 0 അത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഓക്കെ എന്താ വരിക? അപ്പം മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സിൻ്റെ ആൻസറാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ പൈ ബൈ ടു മൈനസ് സൈൻ പൈ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പൈ ബൈ ടു ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആൻസർ പൈ ബൈ ടു. ഇത് മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സിൻ്റെ ആൻസർ പൈ ബൈ ടു. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനും ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ 0 to pi x by 1 plus sin x dx. ഇതിന് നമ്മൾ I എന്ന് കൊടുത്തു. അടുത്ത I ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ്. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. അതിന് സെക്കൻഡ് എന്നെടുത്തു. അതിൽ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആ ഐയുടെ അറിവിലുണ്ടാവും. ഈ രണ്ട് ഐയും താഴെ ചെയ്യാം. രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പം 2i 0 to pi ബേസ് സെയിം ആണ് 1 പ്ലസ് സൈൻ എക്സ്. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് ഡി എക്സ് 0 to pi. എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. പൈ ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ് 2i. പൈ പുറത്തെടുത്തു. ഇനി 0 to pi 1 by 1 plus sin x dx. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണും. ഓക്കെ, അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്നുള്ളത് കിട്ടണം. ഇപ്പോൾ അടിയിൽ 1 പ്ലസ് സൈൻ എക്സ് വന്നതുകൊണ്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 0 to pi 1 പ്ലസ് സൈൻ എക്സിൻ്റെ 1 മൈനസ് സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കി I pi into 1 minus sin x a plus b into a minus b a square minus b square 1 square 1 and dx. One minus sin square x cos square x. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന അതിൽ നിന്ന് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഇത് സെപ്പറേറ്റ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ 2i 0 to pi 1 by cos square x sec square x sin x by cos square x അതിന് നമുക്ക് sin x by cos x ന് tan x ഉം 1 by cos x ന് sec x ഉം എഴുതാം. sec x tan x dx 2i sec square x ൻ്റെ ഇൻ്റഗ്രൽ tan x sec x tan x ൻ്റെ ഇൻ്റഗ്രൽ sec x 0 to pi. ഓക്കെ. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. tan പൈ 0 മൈനസ് sec പൈ അല്ല 0 എന്നിട്ടേക്കാം, കൺഫ്യൂഷൻ ആവണ്ട. tan പൈ 0 മൈനസ് sec പൈ 1 ബൈ cos പൈ ആണ്. cos പൈ മൈനസ് 1, മൈനസ് 1 പ്ലസ് 1 മൈനസ് ഓഫ് tan ലോവർ ലിമിറ്റ് ഉണ്ട്. tan 0 0 മൈനസ് sec 0 1 2i pi into minus 1 plus 2 I equal to pi. Finally, we got the value of 0 to pi x by 1 plus sin x dx is equal to pi. Therefore, required 0 to pi by 1 plus sin x dx equal to pi. Clear ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ minus pi by 2 to pi by 2 sin raised to 7x dx. ഇത് മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഓഡ് ആണോ ഈവൺ ആണോ നോക്കുക. എഫ് ഓഫ് എക്സ് sin raised to 7x, f of minus x sin minus x all raised to 7 minus sin x all raised to 7 നെഗറ്റീവിൻ്റെ മൈനസ് sin raised to 7x. ഇതാണ് എഫ് ഓഫ് മൈനസ് എക്സ്. അതെന്താണ്? മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ നെഗറ്റീവാണ്. അപ്പം എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫങ്ഷൻ. ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ആൻസർ എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ minus pi by 2 to pi by 2 sin raised to 7x dx. This is an odd function, therefore the value of this equal to 0. Okay. Pi by 2 sin x minus cos x by 1 plus sin x cos x dx. ഫസ്റ്റ് ഐ, ഇതിന് ഐ എന്നെടുക്കാം. 0 to pi by 2 sin x minus cos x by sin x into cos x dx. The first. അടുത്തായി 0 to pi by 2 lower plus upper minus x sin pi by 2 minus x pi by 2 minus x. I equal to sin pi by 2 minus x cos x minus sin x
1 plus cos x into sin x dx. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി രണ്ട് ഐയും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 2i ഈക്വൽ ടു ലിമിറ്റ് സെയിം ആണ്, 0 to π/2 ബേസ് 1 പ്ലസ് ബേസ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ സൈൻ എക്സും മൈനസ് കോസ് എക്സും ഇതൊക്കെ ക്യാൻസലാവും. 0 to π/2 0/1 plus cos x into sin x dx. 0 something 0 ആണ്. അപ്പോൾ 2i ഈക്വൽ ടു ഞാൻ പറഞ്ഞു 2i 0ൻ്റെ ഇൻ്റഗ്രൽ 0 ആണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 ഉണ്ട്. അപ്പോൾ i ഈക്വൽ ടു 0. അപ്പോൾ therefore നമ്മുടെ ആൻസർ 0 to π/2 sin x minus cos x by അതിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ ഈ സെറ്റ് ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0 to π log 1 plus cos x dx. അടുത്ത 0 to a root x by root x plus root a minus x dx. Show that zero to a f of x into g of x dx equal to 2 into 0 to a f of x dx. If f and g are defined as f of x equal to f of a minus x and g of x plus g of x plus g of a minus x equal to 4. g of x plus g of a minus equal to 4. Okay. അടുത്തത് next question. The value of, fourth question, the value of minus π/2 to π/2 s cube plus x cos x plus tan raised to 5x plus 1 dx. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത
രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ എഴുതിയാൽ പ്ലേസ് പോര സ്ഥലം മതിയാവില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്നതിൻ്റെ മുമ്പ് 0 to π log 1 + cos x, അത് കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് ലാസ്റ്റ് അങ്ങ് എഴുതാം, ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 1 2 3 ആക്കിയിട്ടെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് പകരം വേറെ ക്വസ്റ്റ്യൻ, അതാണ് ദ വാല്യൂ ഓഫ് 0 to π/2 log 4 + 3 sin x by 4 + 3 cos x. ഓക്കെ, കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അങ്ങ് എടുക്കാം. 1 2 3 4. ഓക്കെ, ഇനി രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് രണ്ടും ചെയ്യുക. കുറച്ച് ലെങ്തിയാണ് കേട്ടോ. അതോടുകൂടി ഈ സെക്ഷൻ അങ്ങ് അവസാനിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ 1 by 1 ആയിട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. വാല്യൂ ഓഫ് ഫസ്റ്റ്, അതിന് I എന്നെടുക്കാം. 0 to π/2 log 4 + 3 sin x 4 + 3 cos x dx. അടുത്തായി (4 + 3) sin π/2 - x cos π/2 - x. (0 to π/2) log sin π/2 - x എന്താണ്? cos x. cos π/2 - x sin x. 3 to 3 dx. ഇതിന് ഇക്വേഷൻ 2 എന്ന് എടുത്തു. ഫസ്റ്റത്തേന് ഇക്വേഷൻ 1 എന്ന് എടുത്തു. ഓക്കെ, ഇനി 1ഉം 2ഉം ആഡ് ചെയ്യാം. അപ്പോൾ 2i 0 to π/2 log 4 + 3 sin x 4 + 3 cos x plus log 4 + 3 cos x 4 + 3 sin x dx. ഇത്രയും 2i. ഓക്കെ, ഇനി അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ ഇതൊന്നുകൂടി പറഞ്ഞുതരാം. ഒന്നുകൂടി പറയാം. ഇതന്നെയാണ്. ഓക്കെ, 2i എന്ന് പറയുന്നത് 0 to π/2 log a plus log b, log a into b 4 + 3 sin x by 3 cos x into log a plus log b log a into b 4 + 3 cos x by dx എന്ന് എഴുതാം. 4 + 3 sin x-ഉം ഇതും ക്യാൻസൽ ആവും. 2i 0 to π/2 log 1 dx. log 1ൻ്റെ ആൻസർ 0 എന്നാണ്. അപ്പോൾ 2i 0 to
pi by 2 0 dx. 2i 0 ഇൻ്റഗ്രൽ 0 ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 ആണ്. അപ്പോൾ I equal to 0. Therefore, നമ്മോട് ചോദിച്ച വാല്യൂ 0 to pi by 2 log 4 plus 3 sin x by 4 plus 3 cos x dxൻ്റെ ആൻസർ 0 ആണ്. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ 0 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, 0 to a root x plus root a minus x dx. ഇതിന് നമ്മൾ I എന്ന് കൊടുത്തു. 0 to a root x plus root a minus x dx. ഫസ്റ്റത്തേന് I എന്ന് കൊടുത്തു. അപ്പോൾ അടുത്തായി 1 0 to ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ്. അപ്പോൾ എക്സ് ഒക്കെ എ മൈനസ് എക്സ് ആവും. Zero to a minus x root a minus x. എയും മൈനസ് എയും ക്യാൻസൽ ആവും. അപ്പം മൈനസ് എക്സും മൈനസും പ്ലസ് എക്സ് ആവും ഡി എക്സ്. ഇതിന് ഇക്വേഷൻ 2 എന്നെടുത്തു. ഇനി സാധാ പോലെ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. 2i ബേസ് സെയിം ആണ്. എന്താണ്? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ആണ്. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? 1. നേരത്തെ കുറേ ചെയ്തു ഈ ടൈപ്പ്. അപ്പോൾ 0 to a 1 dx. അപ്പോൾ I ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അവിടുത്തെ അപ്പോൾ 2i ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് 0 to a minus 0 a I a by 2. Therefore 0 to a root x plus root a minus x equal to a by 2. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് കുറേ ടൈപ്പ് ചെയ്താണ്. അപ്പോൾ 1ഉം 2ഉം തറവായി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് 0 to a f of x g of x equal to 2 into 0 to f of x. ഇത് പ്രൂവ് ചെയ്യണം. എഫും ജിയും എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ മൈനസ് എക്സ് ആണ്. ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എ മൈനസ് എക്സ് 4 ആണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതെന്താണ്? 0 to a എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്. ഇതിന് ഞാൻ ഐ എന്ന് കൊടുത്തു. ഓക്കെ,
0 to a f of x g of x dx. ഇക്വേഷൻ 1 എന്നെടുത്തു. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇക്വേഷൻ ഐ. നമുക്കറിയാം എക്സ് കാണുന്നിടത്തൊക്കെ ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് എന്ന് എഴുതണം. 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ജി ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ഇതിന് ഇക്വേഷൻ 2 എന്ന്. ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ്. ഇനി ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. 2i 0 to a f of x into g of x plus f of a minus x into g of a minus x dx. രണ്ടും തമ്മിൽ ആഡ് ചെയ്തു. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ഇതിൽ നമുക്കിനി ഓരോന്ന് തന്നത് അപ്ലൈ ചെയ്യാം. 2i 0 to a എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എ മൈനസ് എക്സിന് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. എഫ് ഓഫ് എ മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് എന്നാണ് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എ മൈനസ് എക്സിന് എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓക്കെ, ഇതിൽ നിന്ന് 2i 0 to a എഫ് ഓഫ് എക്സ് കോമൺ എടുക്കാം. ബാക്കി ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നുണ്ടാവും. എഫ് ഓഫ് എക്സ് കോമൺ എടുത്ത് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എ മൈനസ് എക്സ് എന്താണ്? അത് തന്നിട്ടുണ്ട് 4 ആണെന്ന്. ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 4 എന്ന് കൊടുക്കാം. 2i 4 ഇൻറ്റു 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഐ എന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഐ ആണ് കിട്ടേണ്ടത്. ഐ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐ. ഓക്കെ, 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 ഇൻറ്റു 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0 to a എഫ് ഓഫ് എക്സ് ഡി ഓഫ് എക്സ് എന്നുള്ളത് 2 ഇൻറ്റു 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഹെൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് ചെയ്ത് രണ്ട് ആഡ് ചെയ്തു. എഫ് ഓഫ് എ മൈനസ് എക്സിന് എഫ് ഓഫ് എക്സ് കൊടുത്ത് രണ്ട് എഫ് ഓഫ് എക്സ് കോമൺ എടുത്തു. പിന്നെ ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എ മൈനസ് എക്സ് ഉള്ളത് അത് 4 ആണ്. അപ്പോൾ 2 കട്ട് ചെയ്തപ്പോൾ ഐ എന്നുള്ളത് 2 ഇൻറ്റു 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് കാണേണ്ടത് കിട്ടി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. value of minus pi by 2 to pi by 2. S cube S cos x tan raised to 5x dx.
മൈനസ് എ ടു എ വന്നാൽ മൈനസ് എ ടു എ ഈ എഫ് ഓഫ് എക്സിന് ഫുൾ കണ്ടീഷൻ ഞാൻ എഴുതി തരാം. മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സിന് 0 ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഡി എക്സ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്താണ്? 2 ഇൻറ്റു 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, മറ്റത് 0. ഇത് എപ്പോഴാണ് എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആവും, ഇത് എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആവും. ഇതാണ് രണ്ട് കണ്ടീഷൻ. മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആവും. ഇതാണ് ശരിക്കും ഇക്വേഷൻ. പക്ഷെ നമ്മൾ ആദ്യം ഓടാണോ ഈവൺ ആണോ നോക്കുക. ഓടാണെങ്കിൽ ഒറ്റയ്ക്ക് ആൻസർ ചെയ്താൽ 0. ഈവൺ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് ഓടും അല്ല ഈവണും അല്ലെങ്കിൽ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓടും അല്ല ഈവൺ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബേസിക് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എസ് ക്യൂബ് ഇതാണ് എഫ് ഓഫ് എക്സ് വരിക. ഓക്കെ, ഇനി എഫ് ഓഫ് മൈനസ് എക്സ്, എക്സിനൊക്കെ മൈനസ് എക്സ് കൊടുക്കുക. മൈനസ് എക്സ് ക്യൂബ്. കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആണ്. ടാൻ ഓഫ് മൈനസ് എക്സ് മൈനസ് ടാൻ എക്സ് ആണ്. ഇത് എഫ് ഓഫ് മൈനസ് എക്സ് എന്നുള്ളത് മൈനസ് എഫ് ഓഫ് എക്സ് ആണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് മൈനസ് എക്സ് എന്നുള്ളത് മൈനസ് എഫ് ഓഫ് എക്സ് ആണോ? എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആവണമെങ്കിൽ മൈനസ് പുറത്തെടുത്താൽ ഇത് കിട്ടണം. മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിൽ നിന്ന് മൈനസ് കോമൺ എടുത്താൽ എസ് ക്യൂബ് പ്ലസ് എക്സ് കോസ് എക്സ് പ്ലസ് ടാൻ റേസ് ടു 5x മൈനസ് 1. മൈനസ് കോമൺ എടുത്താൽ ഇതല്ല കിട്ടുന്നത്. നോക്ക്, ഒന്നെങ്കിൽ ഇത് തന്നെ കിട്ടണം. ഓക്കെ അല്ലേ? എഫ് ഓഫ് എക്സ് തന്നെ ഒന്നെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടണം. എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് അല്ല, കാരണം നെഗറ്റീവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാതിരുന്നത്. നെഗറ്റീവ് വരുന്നുണ്ട്, ഇത് തന്നെയല്ല വരുന്നത്. എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെന്ന് നോക്കണം. അപ്പോൾ മൈനസ് കോമൺ എടുക്കുക. ഓക്കെ അല്ലേ? മൈനസ് എഫ് ഓഫ് എക്സും അല്ല, അപ്പോൾ രണ്ടും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്? പറ. എഫ് ഓഫ് എക്സ് ഓടല്ല ഈവൺ അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? പറ, കുറച്ച് ലെങ്തി ഉണ്ടാവും. മൈനസ് π/2 ടു π/2 ഡി എക്സിനെ 0 ടു എ അവിടെ, അപ്പോൾ 0 ടു π/2 എഫ് ഓഫ് എക്സ് എസ് ക്യൂബ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇതൊരു മൈനസ് ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇതടു ഉപയോഗിക്കുന്നില്ല, അപ്പം ഇപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യും. മൈനസ് എസ് ക്യൂബ് എസ് ക്യൂബും മൈനസ് എസ് ക്യൂബും ക്യാൻസലായി. എക്സ് കോസ് എക്സും മൈനസ് എക്സ് കോസ് എക്സും ക്യാൻസലായി. ടാൻ റേസ് ടു 5ഉം ടാൻ റേസ് ടു 5ഉം ക്യാൻസലായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 0 ടു π/2 1 + 1 2 dx എന്നാണ് വരിക. റെഡിയല്ലേ? അപ്പോൾ 2 ഇൻറ്റു എക്സ് 0 ടു π/2
അപ്പോൾ 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് 0, 2 ഇൻറ്റു പൈ ബൈ 2, പൈ ഈസ് ദ ആൻസർ. പൈ ആണ് നമുക്കിതിൻ്റെ ആൻസർ വരിക. അപ്പം ചുരുക്കി പറഞ്ഞാൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2, എക്സ് ക്യൂബ് പ്ലസ് എക്സ് കോസ് എക്സ് പ്ലസ് ടാൻ റൈസ് ടു 5x പ്ലസ് 1 dx ഈക്വൽ ടു പൈ. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ നേരത്തെ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇൻ്റഗ്രൽ 0 ടു പൈ ലോഗ് 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന് നമ്മൾ ഐ എന്നെടുക്കുക. 0 ടു പൈ ലോഗ് 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അപ്പം ഇതിന് ഇക്വേഷൻ 1 എന്നെടുക്കുക. ഐ ഇക്വേഷൻ 1. അടുത്ത ഐ 0 ടു പൈ ലോഗ് 1 പ്ലസ് കോസ് പൈ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ്. 0 ടു പൈ ലോഗ് 1 പ്ലസ് കോസ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. ഡി എക്സ്. ഇതിന് ഇക്വേഷൻ 2 എന്നെടുത്തു. ഇനി രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുക. 1 പ്ലസ് 2. അപ്പം 2i 0 ടു പൈ ലോഗ് 1 പ്ലസ് കോസ് എക്സ് ലോഗ് 1 മൈനസ് കോസ് എക്സ് ഡി എക്സ്. അപ്പം ലോഗ് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് ലോഗ് 1 മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്ന് വരും ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാരണം കോസ് പൈ മൈനസ് എക്സ് എന്നുള്ളത് എന്താണെന്ന്, അത് ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ മൈനസ് കോസ് എക്സ് ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതൊക്കെ ലോഗിൻ്റെ കേസിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പം ലോഗ് എ ബി എന്ന് എഴുതാം. അപ്പം 2i 0 ടു പൈ ലോഗ് 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എന്ന് വരും. 2i 0 ടു പൈ ലോഗ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്കറിയാം 0 ടു പൈ ലോഗ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. 2i ലോഗിന് ഡൊമൈന് പവർ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ടേക്ക് എടുക്കാം. അപ്പം 2 2 ക്യാൻസൽ ചെയ്താൽ i 0 ടു പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഐ. നിങ്ങൾ ലാസ്റ്റ് കാണേണ്ട ഐ ഇതാണ്. 0 ടു പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കേസ് പഠിച്ചു, അത് വേണമെങ്കിൽ ഒന്ന് റീകോൾ ചെയ്യാം. 0 ടു പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് ചെയ്യാൻ പഠിച്ചു. ആ ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 0 ടു 2a 2 ഇൻറ്റു
0 to a f of x dx എന്ന് എഴുതാം. എപ്പോൾ എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ. അപ്പോൾ അതേപോലെ 0 to പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സിന് ഇപ്പോൾ 2a സ്ഥാനത്ത് പൈ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 2a മൈനസ് എക്സ്, അതായത് 2a സ്ഥാനത്ത് പൈ ആണ്. അപ്പോൾ എഫ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് സൈൻ പൈ മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ലോഗ് സൈൻ പൈ മൈനസ് എക്സ് എന്താ? ലോഗ് സൈൻ എക്സ്. ഓക്കെ അല്ലേ? അത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 0 to പൈ ലോഗ് സൈൻ എക്സിന് 2 ഇൻറ്റു 0 to ഇതിൻ്റെ പകുതി പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് 0 to പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് നേരത്തെ നമ്മൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സാധനം. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഒന്നുകൂടി റീകോൾ ചെയ്യും, തറോ. അപ്പം സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇത് ഈക്വൽ ടു, ഇത് തറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈക്വൽ ടു 2 ഇൻറ്റു 0 to പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ചുരുക്കി പറഞ്ഞാൽ ഇത് കണ്ടാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം. 0 to പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഒന്നുകൂടി ഇത് ഇക്വേഷൻ 1 2 ഒക്കെ എടുത്തത് കൊണ്ട് ഇത് ഇക്വേഷൻ 3 എന്ന് എടുത്തു. അപ്പോൾ അതൊന്ന് സ്പീഡാക്കാം. അടുത്തായി ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് 2 ഇൻറ്റു 0 to പൈ ബൈ 2 ലോഗ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ്. ഇതിന് ഇക്വേഷൻ 4 എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടായും തമ്മിൽ ആഡ് ചെയ്യാം. 2i 2 കോമൺ എടുത്താൽ 0 to പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഡി എക്സ്. ഇതൊക്കെ ബാക്കി നമ്മൾ ചെയ്ത പോലെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും. ഓക്കെ, രണ്ട് ആഡ് ചെയ്തപ്പോൾ 2 കോമൺ എടുത്തു. അപ്പോൾ i ഈക്വൽ ടു 0 to പൈ ബൈ 2 ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ചെയ്തുണ്ടാക്കാൻ ഡൗട്ടും. ഓക്കെ, അതിൻ്റെ ബാക്കി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഐ ആണ് ഫൈനലി കാണേണ്ടത്. ക്വസ്റ്റ്യൻ നമ്മൾ ഐ എന്നാണ് കൊടുത്തത്. നമ്മൾ ചെയ്ത് പരിചയം ഉണ്ടായത് കൊണ്ട് നമുക്കൊന്ന് ഈസിയാക്കാം. അപ്പോൾ ലോഗ് 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ ലോഗ് 2 കൊണ്ട് ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. ലോഗ് 2 കൊണ്ട് ആഡ് ചെയ്തു, അതേപോലെ ലോഗ് 2 കൊണ്ട് മൈനസ് ചെയ്യാം. 0 to പൈ ബൈ 2 ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി ലോഗ് 2 സൈൻ എക്സ് കോസ് എക്സ്. Zero to പൈ ബൈ 2 ലോഗ് സൈൻ 2x ലോഗ് 2 dx. അപ്പോൾ 0 to പൈ ബൈ 2 ലോഗ് സൈൻ 2x മൈനസ് ലോഗ് 2 dx. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്താൽ
0 to pi by 2 log sine 2x dx minus 0 to pi by 2 log 2 dx. Okay. I 0 to pi by 2 log sine 2x dx. log 2 കോമൺ എടുത്താൽ dxൻ്റെ ഇൻ്റഗ്രൽ 0 to pi by 2 dx ഇതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നേരത്തെ പോലെ 2xന് t എന്ന് കൊടുക്കാം. അതൊക്കെ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് അധികം പറയുന്നില്ല. കാരണം ലോഗ് നമ്മളെ ക്വസ്റ്റ്യൻ നമ്മൾ ഐ ലാസ്റ്റ് കിട്ടിയത് എന്തായിരുന്നു? ഇതായിരുന്നു ലോഗ്, പിന്നെ ലോഗ് സൈൻ ടി എന്നുള്ളതായിരുന്നു ഐ ലാസ്റ്റ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഐ മായ്ച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ. ഓക്കെ, അത് നോക്കാം. അപ്പോൾ ഐ എന്ന് കിട്ടിയിരുന്നത് പിന്നെ 0 to 2 into 0 to pi by 2 log sin x dx എന്നായിരുന്നു ഐ കിട്ടിയിരുന്നത്. ഇതിൽ നമുക്ക് ലാസ്റ്റ് ആയി കിട്ടി 2 into 0 to pi by 2 log sin x dx എന്നായിരുന്നു ലാസ്റ്റ് ആയി കിട്ടുക. അത് ഐഡിയയിൽ ഉണ്ടാവണം കേട്ടോ. 2 into 0 to pi by 2 log sin x dx എന്നാലേ അത് കിട്ടുള്ളൂ. ഓക്കെ, 2. ഓക്കെ, എന്നിട്ട് രണ്ട് ഐയും തമ്മിൽ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോഴാണ് ഐ ക്യാൻസൽ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ 2 into 0 to ആ ഒരു ഐഡിയയിലേക്ക് കിട്ടാനും വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ഐൻ്റെ ഒരു 0 to pi by sin x dx എന്നുള്ള മോഡലിലേക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ടി എന്ന് കൊടുത്തു. അപ്പോൾ 2 into dx equal to dt എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ചെയ്യാം. അപ്പോൾ ഇതിങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ ഈക്വൽ ടു ലിമിറ്റ് മാറും. എക്സിന് 0 കൊടുക്കുമ്പോൾ ടിക്ക് 0 ആണ്. പൈ ബൈ 2 കൊടുക്കുമ്പോൾ ടിക്ക് പൈ. ലോഗ് സൈൻ ടി ഡി എക്സിന് പകരം ഡി ടി ബൈ 2 മൈനസ് ലോഗ് 2 ഡി എക്സിൻ്റെ ഇൻ്റർവൽ എക്സ് 0 to pi by 2. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതുമാണ്. ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? 0 to pi sin x dx ലോഗ് ഇത് രണ്ടിനും ഐ എന്ന് പറയുന്നുണ്ട്. ഐ ഈക്വൽ ടു തൊട്ട് മുമ്പത്ത് 0 to pi ലോഗ് sin x dx. ഇതും ഐ തന്നെയാണ്. ഇത് രണ്ടും ഐ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഐ ഈക്വൽ ടു നമുക്ക് വേരിയബിൾ ചേഞ്ച് ആക്കാം. 0 to pi ടി ഒക്കെ എക്സ് ആക്കാം. സൈൻ എക്സ് ഡി എക്സ് ലോഗ് 2 ആണ് കേട്ടോ. ലോഗ് എന്ന് മാത്രമല്ല, ലോഗ് 2 ഇൻറ്റു ഡി എക്സിൻ്റെ എക്സ് 0 to pi by 2 ലോഗ് 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് 0. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ബാക്കി, അപ്പോൾ ഇതിൽ നിന്ന് ഐ ഈക്വൽ ടു 1/2 0 to pi log sin x dx തൊട്ട് മുന്നിൽ നമ്മൾ ഐ ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് ഐ ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഐ മൈനസ് ലോഗ് 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് 0 പൈ ബൈ 2. ഇതിങ്ങോട്ട് വന്നാൽ ഐ മൈനസ് ഐ ബൈ 2 ഐ ബൈ 2 ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ലോഗ് 2. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ലോഗ് 2 എന്ന് കിട്ടും. അപ്പോൾ മൈനസ് പൈ ലോഗ് 2 ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫൈനലി 0 to pi log 1 plus cos x dxൻ്റെ ആൻസർ
മൈനസ് പൈ ലോഗ് 2 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടുകൂടി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. ഇത്ര മതി, അത്യാവശ്യമാണ്. എല്ലാ തരം ക്വസ്റ്റ്യൻസും ആണ്. ഇതോടുകൂടി ഈ സെക്ഷൻ അവസാനിപ്പിക്കാം.